പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് പ്രതിപക്ഷ പ്രതിഷേധത്തോടെ തുടക്കം. SIR വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തിൽ ലോക്സഭ ആദ്യ ദിനം തന്നെ തടസ്സപ്പെട്ടു. പുതിയ രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ നടത്തിയ പ്രസംഗത്തിനിടെയുള്ള പരാമർശത്തിനെതിരെ ഭരണപക്ഷം രംഗത്തെത്തി. കോൺഗ്രസ് MP രേണുക ചൗധരി വളർത്തുനായയുമായി പാർലമെന്റിലെത്തിയത് വിവാദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിനു മുമ്പായി മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ തിരഞ്ഞെടുപ്പിലെ പരാജയം ഉന്നയിച്ച് പ്രതിപക്ഷത്തെ പരിഹസിച്ചു. പാർലമെന്റ് നാടകത്തിനുള്ള ഇടമല്ലെന്നും പ്രധാനമന്ത്രി. ड्रामा करने के लिए जगह बहुत होती है, जिसको करना है करते रहें. यहाँ ड्रामा नहीं, डिलीवरी होनी चाहिए. या तो चुनावी का वार्मिंग अप के लिए उपयोग किया जा रहा है, या तो पराजय की बौखलाहट करने को निकालने के लिए उपयोग किया जा रहा है. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കുന്നത് നാടകമല്ലെന്നും ചർച്ചകൾ അനുവദിക്കാത്തതാണ് നാടകമെന്നും പ്രിയങ്ക ഗാന്ധിയുടെ മറുപടി. किसी चीज पे चर्चा नहीं करना चाहती तो कैसे चलेगा सदन? उनको कुछ तो मानना चाहिए ना. SIR पे नहीं तो इलेक्शन रिफॉर्म पे किसी रिलेटेड इशू पे भी तो कर सकते हैं डिस्कशन. तो जब तक वो डिस्कस नहीं करेंगे तो कैसे चल सकता है सदन? SIR ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷാംഗങ്ങളുടെ നോട്ടീസുകൾ സഭാധ്യക്ഷൻ തള്ളിയതോടെ ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. और सक्रिय भागीदारी निभाएं. लोकतंत्र में सहमति असहमति. പ്രതിപക്ഷ ബഹളത്തിൽ 2 തവണ തടസ്സപ്പെട്ട സഭ പിരിഞ്ഞു. പുതിയ രാജ്യസഭാധ്യക്ഷൻ CP രാധാകൃഷ്ണന് ആശംസകൾ നേരുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ മുൻ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനെ വിമർശിച്ചത് ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിനിടയാക്കി. കോൺഗ്രസ് നേതാവ് രേണുക ചൗധരി വളർത്തുനായയുമായി പാർലമെന്റിലെത്തിയത് വിവാദമായി. കടുത്ത നടപടി വേണമെന്ന BJP നേതാവ് ജഗദാംബിക പാൽ ആവശ്യപ്പെട്ടു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.